ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ കനവ് വിത്ത് us. ഞാൻ ആമസോണിൽ നിന്നൊരു വൂക്കിൻ്റെ വയർലെസ് മൈക്രോഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ ഒരു ഫസ്റ്റ് യൂസർ എക്സ്പീരിയൻസുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നത്. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ ഏതാണ്ട് 2899 രൂപയാണ് ആയത്. ആക്ച്വൽ പ്രൈസ് 3399 ആയിരുന്നു. അതിലൊരു 500 റുപ്പീസ് കൂപ്പൺ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. നമുക്കിപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നോക്കാം. ഇപ്പോൾ ഇത് ബോക്സ് തുറക്കുമ്പോൾ അതിലൊരു വൂക്കിൻ്റെ പാക്കേജിംഗ് ഉണ്ട്. സോ ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കേജിംഗ് ആയിരുന്നു. നമുക്കിനി ഇത് പതുക്കെ അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് അതിൻ്റെ സ്റ്റിക്കർ രണ്ട് സൈഡിലും പൊട്ടിക്കാം. എന്നിട്ട് ബ്ലാക്ക് ബോക്സ് പതുക്കെ നമുക്ക് പുറത്തോട്ടെടുക്കാം. ബോക്സ് പുറത്തോട്ടെടുക്കുന്ന സമയത്ത് നമുക്കതിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് മൈക്രോഫോണിൻ്റെ ആ കേസാണ് കാണുന്നത്. അതുകൂടാതെ അതിൻ്റെ അകത്തൊരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബ്ലാക്ക് ബോക്സ്, അതിൻ്റെ അകത്ത് കേബിൾസും കാര്യങ്ങളുമാണെന്ന് തോന്നുന്നു. നമുക്കത് നോക്കാം വഴിയെ. ഇപ്പം നമ്മൾ യൂസർ മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലും പിന്നെ വേറെ പല ഭാഷകളിലും ഉണ്ട്. അത് അതിൻ്റെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ നമ്മുടെ മൈക്രോഫോണിലുള്ള രണ്ട് ബട്ടൺസിനെ കുറിച്ചും പിന്നെ അഡാപ്റ്ററിനെ കുറിച്ചുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഒരു USB-C ടു ലൈറ്റ്നിങ് അഡാപ്റ്റർ ഉണ്ട്. അത് ഐഫോണിൽ ആ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിന്നെ USB-A ടു C ടൈപ്പും USB-A ടു C ടൈപ്പ് രണ്ട് കേബിളുണ്ട്. നമുക്കിനി മൈക്രോഫോൺ നോക്കാം. ഇതൊരു പ്ലാസ്റ്റിക് കേസിലാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഇൻബിൽ ബാറ്ററി ഉണ്ട്. നമുക്ക് മൈക്രോഫോൺ അതിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആകുന്നതായിരിക്കും. ഇതൊരു പ്ലാസ്റ്റിക് കേസാണ്. ക്വാളിറ്റി ഓക്കെ എന്ന് പറയാം. ഇത് ഒരു മൈക്രോഫോണാണ്. ഇത് രണ്ടാമത്തെ മൈക്രോഫോൺ. ഇതാണ് അതിൻ്റെ റിസീവർ. ഇത് ടൈപ്പ് C ആണ് വരുന്നത്. ഐഫോണിൽ യൂസ് ചെയ്യുന്നെങ്കിൽ ലൈറ്റ്നിങ് അഡാപ്റ്റർ വെച്ച് യൂസ് ചെയ്യാം. ഇതിൻ്റെ ബോക്സ് നോക്കുമ്പോൾ അതിൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട് ബാറ്ററിയുടെ. ഇതിൻ്റെ ഇതിപ്പോൾ അതിൽ കാണിക്കാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് അത് ഉണ്ടായിരുന്നുകൊണ്ടാണ്. പ്ലാസ്റ്റിക് ഇളക്കിയതിന് ശേഷം ആ ബോക്സിൽ വെക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്തതിൻ്റെയും കൂടെ നമുക്ക് ഇളക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അത് ആ ചാർജിങ് കേസിൽ വെക്കാം. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ആ ലൈറ്റ് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ആദ്യം റിസീവർ വെക്കാം. റിസീവറിന് ചാർജ് ഒന്നും വേണ്ട. അത് ഓട്ടോമാറ്റിക്കലി ഫോണിൽ കണക്ട് ചെയ്യുമ്പം അത് അതിൽ നിന്ന് തന്നെ ചാർജ് ആയിക്കോളും. ചാർജ് അല്ല, അതിന് വേണ്ട പവർ കിട്ടുന്നതായിരിക്കും. ഇപ്പം അതിൽ കാണാൻ നമുക്കിപ്പോൾ അത് ഫുൾ ചാർജാണ്. ഇതിൻ്റെ റിസീവർ ടൈപ്പ് C ആണ്. നമുക്ക് ബോക്സിൽ വന്നുകൊണ്ടിരുന്ന ടൈപ്പ് C ടു ലൈറ്റ്നിങ് അഡാപ്റ്റർ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഓൾറെഡി ഇതിൻ്റെ അഡാപ്റ്റർ, അതായത് റിസീവർ, ഞാൻ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. റിസീവർ C ടൈപ്പ് ആണ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ USB-C ടു ലൈറ്റ്നിങ് അഡാപ്റ്റർ വെച്ച് അത് ഫോണിൽ കണക്ട് ചെയ്തു. ഇപ്പം മൈക്ക് പുറത്തെടുക്കാം നമുക്ക് അതിൽ നിന്ന്. മൈക്ക് പുറത്തെടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം അതിപ്പം ഗ്രീൻ കളറാണ്. ഈ ഗ്രീൻ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ റിസീവറുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട് എന്നാണ്. ബേസിക്കലി ഇപ്പം സിങ്ക് ആയിട്ടില്ല എങ്കിൽ ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിനി മൈക്രോഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതായത് ഒരു ഔട്ട്ഡോർ ക്വാളിറ്റിയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു 10 ഫീറ്റ് റിസീവറിൽ നിന്ന് പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ബാൽക്കണിയിലാണ്. ഇപ്പോൾ ഞാൻ ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം നോയിസ് ഉണ്ടോ അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്കിപ്പം മനസ്സിലായി കാണും. നമുക്കിപ്പം ഒരു ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ റിസീവറിൽ നിന്ന് കുറച്ച് ദൂരോട്ട് പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള ഡിസ്റ്റർബൻസും പിന്നെ എൻവയൺമെൻറ്റൽ, അതായത് സറൗണ്ടിങ് നോയ്സസും ചെറുതായി അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ മൈക്രോഫോണിൻ്റെ ഒരു ഔട്ട്ഡോർ ക്വാളിറ്റി. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഞാൻ വോയിസ് ഓവർ ആണ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം മൈക്രോഫോൺ യൂസ് ചെയ്താണ് ഞാൻ വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത്. അതാണ് ആ ഒരു സൈഡ്, അതായത് ഇൻഡോർ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ത്രൂ ഔട്ടായി കേട്ടുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.